അറിഞ്ഞോ, ബാഗിന്റെ ബക്കിളായി കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി പോലും. ബാഗിന്റെ ബക്കിള് മാത്രോ? ഷർട്ടിന്റെ ബട്ടണായി കൊണ്ടുവന്നതും കളറ് പൂശി കൊണ്ടുവന്നതും ഒക്കെ പിടിക്കല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഉദ്യോഗസ്ഥരൊരു സംഭവട്ടോ. എല്ലാ മാതിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്വർണം പിടികൂടല്ലേ. ഇങ്ങക്കൊക്കെ എന്തിന്റെ കാറ്റാ? ഈ കണ്ട സ്വർണം പിടികൂടുന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരെ എടുക്കൊണ്ടാ ഞങ്ങളെ വിചാരം? പിന്നെ അല്ലാണ്ടയോ. ഇന്റെ ദിനേശ, അത്ര മിടുക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ദുബായിക്ക് പോകുന്ന എല്ലാവരുടെയും ബാഗിന്റെ ബക്കിളും ഷർട്ടിന്റെ ബട്ടണൊക്കെ ഊരി പരിശോധിക്കണ്ടേ? ആ പറഞ്ഞതും നേരാ. ഇന്ത്യ അനിയൻ കഴിഞ്ഞ ആഴ്ച ദുബായിക്ക് പോയതാ. ഈ പറഞ്ഞ പോലെ ഷർട്ടിന്റെ ബട്ടൺ ഊരിയിട്ടും കുഞ്ചു നിർത്തിയിട്ടൊന്നും ഓനെ പരിശോധിച്ചിട്ടില്ല. നമ്മളെ ഗഫൂർക്ക് ഈ ഫീൽഡിലായിരുന്നില്ലേ. മൂപ്പര് പഴയ കള്ളക്കടത്ത് രാജാവല്ലേനു. ഇപ്പൊ ഒരു അനക്കും കേക്കാനില്ലല്ലോ. ഇനിയിപ്പൊ അകത്തായോ? അകത്താവാനോ? ഞമ്മളെ ഗഫൂർക്കയോ? മൂപ്പരിപ്പോഴും രാജാവ് തന്നെയാടോ. കള്ളക്കടത്ത് ഗഫൂർ എന്ന് പറഞ്ഞ ഏത് കസ്റ്റംസുകാരും ഒന്നും ഞെട്ടു. മൂപ്പരിപ്പൊ സ്വർണ്ണല്ല കടത്തല്, വേറെ പലതുണ്ടല്ലോ. ന്യൂ ജനറേഷൻ കള്ളക്കടത്ത് അയക്കൂ. ഇത്രയൊക്കെ കർശന പരിശോധന ഉണ്ടായിട്ട് മൂപ്പരൊന്നും തൊടാൻ കഴിഞ്ഞില്ലല്ലോ ആർക്കും. അതാണ് ഗഫൂർക്ക. മൂപ്പർക്ക് അയറ്റാൻ ബുദ്ധിയില്ലടോ. അല്ലാ, ഇതാരാ ഗഫൂർക്കോ? നിങ്ങക്ക് 100 ആയിസ. ഇപ്പൊ നിങ്ങളെ പേര് പറഞ്ഞ് നാവ് അകത്തേക്ക് ഇട്ടിട്ടേ ഉള്ളൂ. നിങ്ങളെന്താ സൈക്കിളില്? എന്ത് പറയാനാ ദിനേശ, കാറും ബൈക്കൊക്കെ ആവുമ്പോ ഭയങ്കര ചെക്കിംഗ് ആണ്. ഇതാവുമ്പോ അപ്പ് കടി വേണ്ടല്ലോ, ഒരു പോലീസുകാരനും കൈ കാണിക്കൂലാന്ന്. ഓ എന്റെ ഗഫൂർക്കാ, അപാര ബുദ്ധി തന്നെ നിങ്ങക്ക്. നിങ്ങളിപ്പോ സ്വർണ്ണ കടത്തല്? ഏയ്, അതൊക്കെ നിർത്തിയില്ലേ? സ്വർണത്തിന്റെ മാർക്കറ്റൊക്കെ ആകെ ഡൗൺ ആയില്ലേ? നിങ്ങളെ കള്ളക്കടത്തൊക്കെ ഇപ്പൊ ഏത് റൂട്ടിലാണ്? ഏടോ, നമ്മൾ ഇവിടുന്ന് കടത്തുന്നൊക്കെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമാണ്. അതും റോഡ് മാർഗം, ഈ സൈക്കിളിൽ. തോക്കും ബോംബും ഒക്കെ ആവും. അപ്പോ പോലീസ് പിടിക്കൂലേ? നമ്മൾ ഫുൾ സാധനം ഒരു ബാഗിലാക്കി സൈക്കിൾ ബോർഡർ വഴി പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോവും. അല്ല, അന്നേരം ബോർഡർ പോലീസ് ബാഗ് പരിശോധിക്കൂലേ? പിന്നെ ബാഗ് മുഴുവൻ ചേർന്ന് എല്ലാം പരിശോധിക്കും. എന്റെ ട്രൗസർ വരെ ഒരു പരിശോധിക്കുന്നു. ഒന്നുമില്ലാന്ന് ബോധ്യമാകുമ്പോ ബാഗിൽ നിന്ന് പുറത്തിട്ടതെല്ലാം അതേപടി ഉള്ളിൽ വെച്ചിട്ട് പോയിക്കോളാൻ പറയും. എല്ലാ തവണയും ഇതുപോലെ ചെക്കിംഗ് ഉണ്ടാവും. അപ്പോ നിങ്ങളീ കടത്തണ സാധനം എല്ലാം സൈക്കിളിൽ തേടിയ വെക്കല്? അതല്ലേ തമാശ. നമ്മൾ കടത്തുന്നത് സൈക്കിൾ തന്നെയാണല്ലോ. ഇവിടുത്തെ സൈക്കിളിന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഭയങ്കര മാർക്കറ്റാ. നമ്മള് സൈക്കിള് കള്ളക്കടത്തല്ലേ നടത്തണത്.